പത്തനംതിട്ടയിലെ ചരൽക്കുന്നിൽ യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്പിൾ പിന്നടിച്ച ക്രൂരതയിൽ വഴിത്തിരിവ്. കേസിലെ പ്രതിയായ രശ്മിയുമായുള്ള ബന്ധമാണ് ക്രൂരതയിലേക്ക് നയിച്ചത് എന്നാണ് വിവരം. ഭർത്താവ് ജയേഷ് പറഞ്ഞതിനെ തുടർന്നാണ് ഇരുവരെയും രശ്മി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടിലെത്തിയ യുവാക്കളെ ക്രൂരമായി പീഡിപ്പിച്ചു. സാരംഗ് ചേരുകയാണ്. സാരംഗ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ഷമ്മി, തീർച്ചയായും ഈ സംഭവത്തിൽ പത്തനംതിട്ടയിൽ രണ്ട് യുവാക്കൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡന സംഭവത്തിൽ അല്ലെങ്കിൽ പീഡന കേസിൽ നിലവിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ഈ സംഭവത്തിൽ യുവതിയുമായി ഈ യുവാക്കൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഇക്കാര്യം ഈ ഭർത്താവ് ജയേഷ് തിരിച്ചറിഞ്ഞിരുന്നു. അതായത് രണ്ട് യുവാക്കളും ഈ ഭാര്യ രശ്മിയും തമ്മിലുള്ള സ്വകാര്യ ചാറ്റുകൾ ഉൾപ്പെടെ ഈ ഭർത്താവ് ജയേഷ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഈ സംഭവത്തിന് തുടക്കമുണ്ടാകുന്നത്. അതായത് ഈ ഭാര്യയോട് തന്നെ, അതായത് രശ്മിയോട് തന്നെ ജയേഷ് ആവശ്യപ്പെടുകയായിരുന്നു രണ്ട് പ്രതികളെയും വിളിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ. തുടർന്ന് എത്തിച്ച ശേഷമാണ് അതിക്രൂരമായി ഇരുവരും ചേർന്ന് മർദ്ദിച്ചത്. എന്തായാലും ഈ സംഭവത്തെ ആദ്യം ഒരു തരത്തിൽ ഹണി ട്രാപ്പ് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ കഴിഞ്ഞ ശേഷമാണ് ഇക്കാര്യത്തിൽ വേറൊരു വഴിത്തിരിവുണ്ടായത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ തുടർന്നുണ്ടായ തർക്കങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഭാര്യയ്ക്ക് ഉണ്ടായ രഹസ്യബന്ധം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു സംഭവം, അതിക്രമം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും രണ്ട് യുവാക്കളും നേരിട്ടത് അതിക്രൂരമായ പീഡനം തന്നെയാണ്. രണ്ട് യുവാക്കളെയും ഇവരെത്തുന്ന സമയത്ത്, അതായത് ഈ മാസം 1-ാം തീയതിയും 5-ാം തീയതിയുമാണ് ഇത്തരത്തിൽ രണ്ടുപേരും സമാനമായ രീതിയിൽ പീഡനം നേരിട്ടത്. ഇരുവരെയും മുഖത്ത് മുളക് സ്പ്രേ അടിച്ച ശേഷം ക്രൂരമായി കെട്ടിയിട്ട് ഇരുമ്പ് കമ്പി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചു. റാന്നി സ്വദേശിയായിട്ടുള്ള യുവാവിൻ്റെ ജനനേന്ദ്രിയത്തിലാണ് ഇത്തരത്തിൽ 23 സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചിട്ടുള്ളത്. പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിശദമായ വിവരങ്ങൾ വൈകാതെ തന്നെ അറിയാം. പ്രതിയെ, അതായത് ഈ ജയേഷിനെ നിലവിൽ വീട്ടിലെത്തിച്ച്, ഈ പീഡനം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജഡ്ജിയുടെ വീട്ടിലെത്തിച്ച് ഹാജരാക്കും. അതിനുശേഷം ഇത്തരത്തിൽ റിമാൻഡിലാണോ അതോ കസ്റ്റഡിയിലാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. എന്തായാലും കേസിലൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഈ സംഭവം ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ തുടർന്നുണ്ടായ തർക്കങ്ങളും തുടർന്നാണ് ഇത്തരത്തിലൊരു ക്രൂരമായ അതിക്രമവും നടന്നത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഷമി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.